നമ്മുടെ വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളുടെയും അകത്തളങ്ങൾ ഭംഗി കൂട്ടാനായി ഇന്ന് ഇൻഡോർ പ്ലാന്റ്സ് ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത്തരം ചെടികൾ ഭംഗിയുള്ള ചട്ടികളിൽ നട്ട് ഒന്നിലോ നമ്മുടെ ചെടികൾ സാധാരണയായി നടാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിൽ ആയിരിക്കും ചെടികൾ നടുന്നത്. അല്ലെങ്കിൽ പെർലൈറ്റ്, വെർമിക്കുലൈറ്റ്, ചകിരിച്ചോറ്, പീറ്റ് മുതലായവ അടങ്ങിയ മണ്ണില്ലാ മിശ്രിതത്തിലും തൈകൾ അല്ലെങ്കിൽ ചെടികൾ, അലങ്കാര ചെടികൾ നമുക്ക് അകത്തളങ്ങളിൽ വയ്ക്കാനായി തയ്യാറാക്കിയെടുക്കാം. അകത്തളങ്ങളിൽ വയ്ക്കുന്ന ചെടികളെ സംബന്ധിച്ചിടത്തോളം അധികം ശക്തമായ വളർച്ച അനുവദിക്കാതെ അതേസമയം അതിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ദീർഘകാലം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ പരിപാലനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ആവശ്യത്തിന് മാത്രമേ ജലസേചനം നൽകാവൂ. അതുപോലെ തന്നെ വളപ്രയോഗവും. ചെടികളെ 1-2 ആഴ്ച കൂടുമ്പോൾ അകത്തിരിക്കുന്ന കാലാവസ്ഥ ചെടികൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ചെടികളെ പുറത്ത് കൊണ്ടുവന്ന് ആവശ്യത്തിന് വെളിച്ചവും വായുസഞ്ചാരവും ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കേണ്ടതാണ്. പിന്നീട് 1-2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഈ ചെടികളെ അകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാവുന്നതാണ്. കൂടാതെ ഈ ഇൻഡോർ വയ്ക്കുന്ന ചെടികളുടെ ഇലകളിൽ പൊടിയും മറ്റും പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം ചെടികളുടെ ഇലകളിൽ വെള്ളം നൈസായി സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇലകൾ വാഷ് ചെയ്ത് ചെടി അതിലടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും മറ്റും നീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളം ആവശ്യത്തിന് മാത്രം നൽകുക. ഇതിനായി മിശ്രിതത്തിൽ നനവ് പരിശോധിച്ച് നനവ് കുറവുണ്ടെങ്കിൽ മാത്രം ജലസേചനം ചെറിയ തോതിൽ നൽകുക. 2-3 ആഴ്ച കൂടുമ്പോൾ വളപ്രയോഗം നൽകാം ഇത്തരം ചെടികൾക്ക്. അപ്പോൾ ഈ വളപ്രയോഗത്തിനായി NPK അടങ്ങിയ വെള്ളത്തിൽ പൂർണ്ണമായും ലയിക്കുന്ന വളങ്ങൾ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയ ഇലകൾ, കമ്പുകൾ മുതലായവ ഇത്തരം ചെടികളുടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യഥാസമയം മുറിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ ഇൻഡോർ ചെടികൾക്ക് കൂടിയ തോതിൽ കീടങ്ങളോ രോഗങ്ങളുടെ ആക്രമണം വരാറില്ല. ഏതെങ്കിലും രോഗങ്ങളും കീടങ്ങളുടെ ആക്രമണം കാണുകയാണെങ്കിൽ ചെടി പുറത്തേക്ക് കൊണ്ടുവന്ന് വേണ്ട നിയന്ത്രണ മാർഗങ്ങൾ എടുത്ത് ചെടി പൂർണ്ണമായും കീടവിമുക്ത ആയതിനു ശേഷം വീണ്ടും മാത്രം അകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.